ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപാര രുചിയുള്ള ഒരു കിടിലൻ നാരങ്ങ അച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒട്ടും കയ്പില്ല, അത് തന്നെയല്ല മാസങ്ങളോളം കേടാവാതെ ഇരിക്കുന്ന നാരങ്ങ അച്ചാറാണ്. അപ്പം നെയ്ച്ചോറിനും ബിരിയാണിക്കും ചോറിനും ഒക്കെ ബെസ്റ്റാണ് ഈ നാരങ്ങ അച്ചാർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ആ കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ 2 കിലോ ചെറുനാരങ്ങ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത നാരങ്ങ വേണം നമ്മൾ എടുക്കാനായിട്ട്, നല്ല മഞ്ഞ നിറമുള്ളത്. ഇനി അപ്പച്ചമ്മിൻ്റെ തട്ടിൽ അടിയിൽ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ തട്ടിൽ നമ്മൾ ഈ നാരങ്ങ പെറുക്കി വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇത് പൊട്ടാറാകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഒരു കിഴുത്തപ്പാത്രത്തിൽ കിഴുത്തത്തവി വെച്ച് കോരി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അധികം തണുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നല്ലൊരു തുണി വെച്ച് ഇത് തുടച്ച് അതിലെ ജലാംശമെല്ലാം മാറ്റി കളയണം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഞാനിത് വലിയ നാരങ്ങയൊക്കെ 6ആയിട്ടും ചെറിയ നാരങ്ങ 4ആയിട്ടും കീറി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ഇനി കായപ്പൊടിയാണ്, ഒരു 2-3 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കണം. അതിലേക്കിനി ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. ഇനി അതും അല്ലെങ്കിൽ പഞ്ചസാരയാണേലും ചേർക്കാം. അതും ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-8 ഗ്രാമ്പൂവും ഒരു 10-14 ഏലക്കായും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതൊന്ന് മൂത്ത മണം വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവായും 2 ടേബിൾ സ്പൂൺ കടുകും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി 2 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞതും 1 കപ്പ് ഇഞ്ചി അരിഞ്ഞതും വേണം. നല്ലെണ്ണ 400 മില്ലി നല്ലെണ്ണ വേണം. ഒരു ചീനിച്ചട്ടിയിലേക്ക് 400 മില്ലി നല്ലെണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാകുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് ഫ്രൈ ചെയ്ത് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കണം. അപ്പം വെളുത്തുള്ളി മൂത്ത് വരുന്നുണ്ട്, നമുക്കിതിനി കോരി മാറ്റാം. കോരി മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി അതേ എണ്ണയിലേക്ക് നമ്മളിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇഞ്ചിയും ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റണം. അത് ഒരുവിധം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 10-16 പച്ചമുളക് അരിഞ്ഞതും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ട പൊടി, കാശ്മീരി മുളക് പൊടി ഒരു 10 ടേബിൾ സ്പൂണും ഒരു 6 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് വയ്ക്കണം. മറ്റേ നമ്മൾ വറുത്ത് വെച്ച് അത് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇഞ്ചി പച്ചമുളകെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതും നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി. ഇനി 1 പിടി കറിവേപ്പില അതേ എണ്ണയിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില മൂത്ത് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ച് ആ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് വെച്ചത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റി അതിലേക്ക് നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചിരുന്ന ആ നാരങ്ങ അരിഞ്ഞ് വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്കൊരു 4-5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി നമ്മൾ മൂപ്പിച്ച് കോരി മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കോരി വെച്ചിരുന്നത് ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നാരങ്ങാച്ചാറിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് മിക്സ് ആവണം. അതും ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഒരു 2.5 കപ്പ് വിനാഗിരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിനാഗിരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം അപ്പം ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ആ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കുറച്ച് ബ്രൗൺ ഷുഗറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഒട്ടും മധുരം അറിയത്തില്ല. ഇതിൻ്റെ പുളിയൊന്ന് പാകമാകാനായിട്ടാണ് നമ്മൾ ഈ ശർക്കരയോ ബ്രൗൺ ഷുഗറോ ചേർക്കുന്നത്. ഇനി ഉപ്പ് വേണം നന്നായിട്ട്.
ഒരു 2-3 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഉപ്പ് മുമ്പിട്ട് നിൽക്കണം, എന്നാലേ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് പാകമാകുകയുള്ളൂ. ഇപ്പം വാങ്ങി വെച്ചിട്ട് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ആ പൊടികൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. നല്ല മണമാണ്. ഈ ഗ്രാമ്പൂ ഏലക്കായും ഒക്കെ ചേർത്ത് ഉലുവായും കടുകും എല്ലാം കൂടെ വറുത്ത് പൊടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു മണവുമാണ്. നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് തണുക്കണം. ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാകം ഞാനൊന്ന് കാണിക്കാം. ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തിക്കാകും. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ സമയമാണ്. ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരു നേരിയ കയ്പ്പ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ പരുവമാണിത്. ഇതൊരു 3-4 ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല കിടിലൻ അച്ചാറാകും. നല്ല മണവും രുചിയുമുള്ള അച്ചാർ. ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.